ദെൻ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ്. എന്താണ് ട്രേഡ് തിയറികൾ നമ്മളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്തുകൊണ്ട് വിദേശ കച്ചവടത്തിൻ്റെ ഭാഗമാകുന്നു, ദ റീസൺ ഫോർ ഫോറിൻ ട്രേഡ് ആണ്. വൈ ഇന്ത്യ ടേക്കിംഗ് എ പാർട്ട് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യം എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് ഓർ റീസൺ ബിഹൈൻഡ് ദ കൺട്രി. എന്തുകൊണ്ട് ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു രാജ്യം. ഇപ്പോൾ നമ്മളെന്തുകൊണ്ട് കടയിൽ ചെന്ന് സാധനം മേടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട്. കാരണം വി ആർ നോട്ട് എ സെൽഫ് സഫിഷ്യൻ്റ് എന്നുള്ളതാണ്. നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സാധനങ്ങളും, സേവനങ്ങളും ഇഫ് യു പ്രൊഡ്യൂസ് ഇറ്റ് ഡൊമസ്റ്റിക്കലി, വളരെ ഡൊമസ്റ്റിക്കായിട്ട് വീട്ടിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ വി ആർ നോട്ട് എ സെൽഫ് സഫിഷ്യൻറ്റ്, സോ വി ഡിപ്പെൻഡ് അതർ. അതേപോലെ തന്നെ നോ കൺട്രി ഈസ് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ടേംസ് ഓഫ് geography, in terms of availability of resources, in terms of capital, in terms of technology and so and so. ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തമ്മിൽ എന്തില്ല, അല്ലെങ്കിൽ രാജ്യങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് അല്ല, സ്വയം പര്യാപ്ത കൈവരിച്ച രാജ്യങ്ങൾ അല്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വി ആർ ഗിവൺ വിത്ത് നാച്ചുറൽ റിസോഴ്സസ്, വി ആർ എൻഡോവ്ഡ് വിത്ത് നാച്ചുറൽ റിസോഴ്സസ്, ബട്ട് നോട്ട് ദാറ്റ് മച്ച് സൂപ്പർബ് ഇൻ ടെക്നോളജി. ഓക്കെ, ടെക്നിക്കലി അത്രത്തോളം അഡ്വാൻസ്ഡ് അല്ല എന്ന് പറയാം. ബട്ട് കൺട്രീസ് ലൈക്ക് ജാപ്പാൻ, ദേ ആർ അഡ്വാൻസ്ഡ് ഇൻ ടെക്നോളജി, ബട്ട് ദേ ആർ നോട്ട് സപ്ലൈഡ് വിത്ത് ദ നാച്ചുറൽ റിസോഴ്സസ്, സം അതർ റിസോഴ്സസ്. ചില റിസോഴ്സുകളില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉള്ള റിസോഴ്സാണ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ചില രാജ്യങ്ങൾക്ക് വർക്ക് ഫോഴ്സ് ഇല്ല. അപ്പോൾ ഇങ്ങനെ രാജ്യങ്ങൾ ദെൻ ചില പ്രത്യേക കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഇന്ത്യക്ക് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ ഉൽപ്പാദനത്തിനും അതിൻ്റെ വിതരണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. സോ വൈ കൺട്രീസ് ട്രൈ ടു സ്പെഷ്യലൈസ്. എന്തുകൊണ്ട് രാജ്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ കൺട്രീസ് ആർ നോട്ട് സെൽഫ് സഫിഷ്യൻറ്റ്. ഓക്കെ, ദേ ആർ സൂപ്പർബ് ഇൻ ദ സപ്ലൈ ഓഫ് സർട്ടൈൻ ഐറ്റംസ് ആൻഡ് ദേ ആർ ലാക്കിംഗ് ദ സപ്ലൈ ഓഫ് സർട്ടൈൻ. ചില കാര്യങ്ങൾ അവർക്ക് ഒരുപാട് സപ്ലൈ അബൻഡൻസി ഉണ്ട്, ചില കാര്യങ്ങൾ അങ്ങനെ ഇല്ല. അപ്പോൾ വാട്ട് ദ ട്രേഡ് തിയറി ഈസ് ട്രൈങ് ടു സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റിയലി ഡിറ്റർമൈൻ ദ പാറ്റേൺ ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്. ദ വേർഡ് യു നീഡ് ടു ഫോക്കസ്, പാറ്റേൺ ഓഫ് ട്രേഡ്. ഇൻ ദ സെൻസ് ദ റീസൺ, പാറ്റേൺ ഓഫ് ട്രേഡ്. എന്തുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങൾ ട്രേഡിൻ്റെ ഭാഗമാകുന്നത്, അതിൻ്റെ പാറ്റേൺ എന്താണ് എന്നാണ് ഓരോ ട്രേഡ് തിയറികളും നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇറ്റ് ട്രൈ ടു ആൻസർ വൈ കൺട്രി പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഇറ്റ് ഇസ് പ്രീവിയസ് ഇയർ, ഇത് പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, ട്രേഡ് തിയറീസ് ട്രൈ ടു ആൻസർ വൈ കൺട്രി പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, കുറേ മുമ്പുള്ളതാണ്. സോ അപ്പോൾ എന്താണ് ട്രേഡ് തിയറികൾ എന്ന് കിട്ടിയല്ലോ. ട്രേഡ് തിയറികൾ എന്തുകൊണ്ട് രാജ്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നു, എന്തുകൊണ്ട് രാജ്യങ്ങൾ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഭാഗമാകുന്നു, എന്തുകൊണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കച്ചവടത്തിന്റെ അടിസ്ഥാനം എന്താണ്, അതിന്റെ പാറ്റേൺ എന്താണ്. ഇന്റർനാഷണൽ എന്നാണ് പറഞ്ഞത്, ഗ്ലോബൽ ട്രേഡ് തിയറി എന്നല്ല. ഇന്റർനാഷണലും ഗ്ലോബലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. അതിന്റെ താല്പര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഗ്ലോബലൈസേഷൻ ഒക്കെ പറയുന്ന സമയത്ത് പറയാം. ഇപ്പോൾ അത് സംസാര വിഷയമാക്കുന്നില്ല. സോ ഡൗൺ ടു ദ ബിസിനസ് ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. പ്രധാനമായിട്ടും നമ്മൾക്ക് സംസാരിക്കാനുള്ളത് ക്ലാസിക്കൽ തിയറീസും അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ തിയറീസും ദെൻ മോഡേൺ തിയറീസും. മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒഹിലിൻ്റെ തിയറിയാണ്, ഹെക്ഷർ ഒഹിലിൻ്റെ തിയറിയാണ്. ഓക്കെ, ഹെക്ഷർ ആൻഡ് ഒഹിലിൻ്റെ തിയറിയാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് വിത്ത് ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, നോക്കുക, ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് മർക്കന്റിലിസം, അതായത് ഈ ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന സാധനത്തിൽ ഒരു സൈഡ് ഈ തിയറിയുടെ പേരും അപ്പുറത്തെ സൈഡ് അതിന്റെ പ്രൊപ്പോണന്റിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഉൾക്കൊള്ളിച്ചതാണ് മർക്കന്റിലിസം തിയറി എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു തിയറി ഒന്നും ഇല്ല. പക്ഷെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രം ഉൾക്കൊള്ളിച്ചതാണ് മർക്കന്റലിസം. Mercantilism theories advocates that the government's role in foreign trade. Okay. ഗവൺമെന്റിന്റെ റോളുകളെ കുറിച്ചാണ് മർക്കന്റിലിസം തിയറികൾ സംസാരിക്കുന്നത്. അതായത് ഗവൺമെന്റ് നീഡ് ടു റെഗുലേറ്റ് ദി ഇന്റർനാഷണൽ ട്രേഡ് ടു ജനറേറ്റ് വെൽത്ത് ടു നാഷൻസ്.
രാജ്യത്തിൻ്റെ എന്താ പറയുക ഈ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഗവൺമെൻറ് ഫോറിൻ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ പോളിസീസ് ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഫേംസ്. റിയലി ആഭ്യന്തര ഉൽപാദകരുടെ സംരക്ഷണത്തിന് ആവശ്യമായ പോളിസികൾ ആവശ്യം ഉണ്ട് എന്നാണ് മെർക്കന്റിലിസം തിയറികൾ നമ്മളോട് പറയുന്നത്. അതായത് കൂടുതൽ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഭാഗമായിട്ട് ഭൂരിപക്ഷം രാജ്യങ്ങളും വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് സാധനം കയറ്റി അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, അതായത് ആഭ്യന്തര പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, their product will become priceless or tradeless. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവും എന്നുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഫോറിൻ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് റിയലി ഫോക്കസ് ദ നീഡ് ഫോർ ട്രേഡ് പോളിസീസ് ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഫേംസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിൽ വലിയ തിയറിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു തിയറിയാണ്. Then down to second one, theory of absolute advantage. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. ആരെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് കാണാവുന്ന പറ്റുന്നില്ലേ? അബ്സല്യൂട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ് എന്നാണ് തിയറിയുടെ പേര്. ഓക്കെ, അബ്സല്യൂട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ്. ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താ? എനിബഡി? ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേര് ടൈപ്പ് ചെയ്യണമെന്നില്ല, ഒരുപാട് സമയം എടുക്കും ടൈപ്പ് ചെയ്യണമെങ്കിൽ. സോ ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താ? വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻ അല്ലേ? എന്നാ പുസ്തകത്തിന്റെ പേര് എൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാവും. ആ പേര് ആരും കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിനാ? നമ്മൾ വെൽത്ത് ഓഫ് നേഷനെ കേൾക്കൂല, അതിൻ്റെ ആ മുറിയെ കേൾക്കൂല, അവസാനത്തെ മുറി. അതിൻ്റെ ഒറിജിനൽ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവണമെന്ന് ഇല്ല. നോക്കുക, റിയലി വെൽത്ത് ഓഫ് നേഷൻ അല്ല പുസ്തകത്തിന്റെ പേര്, ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയം ഓപ്ഷനകത്ത് ഒരു 4 പുസ്തകവും 4 ഓഥറുടെ പേരും തന്നു കഴിഞ്ഞാൽ എൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് എന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ അന്നേരം ആഡം സ്മിത്തിന്റെ പേര് എഴുതില്ല, വേറെ അറിയാത്ത ഏതെങ്കിലും ഒരുത്തിന്റെ പേര് ഉണ്ടെങ്കിൽ അത് എഴുതും. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരാളുടെ പേര് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം, വല്ല ചാൾസ് എന്നായിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ചാൾസ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എഴുതും. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെക്കുക, ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് പുസ്തകത്തിന്റെ മുഴുവൻ പേര്. ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ തരാം. ഓക്കെ, വേണ്ട, അതൊന്നും നമ്മുടെ സംസാര വിഷയമല്ല. സോ അബ്സല്യൂട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ് തിയറിയുടെ പേരാണ് അബ്സല്യൂട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പുതുക്കെ പരക്കെ അറിയപ്പെടും. എന്താണ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് യു നീഡ് ടു റിമെമ്പർ. കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് in the production of that commodity which it can produce more cheaply than that of others and exchange it for the commodities which cost less in another country. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം നോക്കുക, ഈ തിയറിയുടെ ഒരു പ്രത്യേകത, ഇത് 2x2 മോഡലാണ്. 2x2 മോഡൽ എന്ന് പറഞ്ഞാൽ 2 രാജ്യം 2 കമ്മോഡിറ്റി. 2x2 എന്ന് പറഞ്ഞാൽ 2 കൺട്രി 2 കമ്മോഡിറ്റി മോഡൽ എന്ന് പറയും. 2 കൺട്രി 2 കമ്മോഡിറ്റി മോഡൽ. അത് എല്ലാ ക്ലാസിക്കൽ തിയറികളും അങ്ങനെ തന്നെയാണ്. എല്ലാ ക്ലാസിക്കൽ തിയറികളും 2x2 മോഡൽ തിയറീസ് ആണ്. ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ് 2x2 മോഡൽസ് എന്നുള്ളത്. ഓക്കെ, അതൊന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും എഴുതി വെക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇനി എന്താണ് തിയറി പറയുന്നത് നോക്കുക. ഒരു രാജ്യം ഏത് കമ്മോഡിറ്റിയുടെ ഉൽപാദനത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം ചില കാര്യങ്ങളിൽ നമ്മൾക്ക് എന്തുണ്ട്, എൻഡോവൻസ് ഉണ്ട്, ചില കാര്യങ്ങളിൽ എൻഡോവൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ധാരാളിത്തം ഉണ്ട്, ചില കാര്യങ്ങൾ അങ്ങനെ ഇല്ല. അപ്പോൾ ധാരാളിത്തം ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. സോ വേർ ദ കൺട്രി നീഡ് ടു സ്പെഷ്യലൈസ്, എക്സാക്ട്ലി ദ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി വിച്ച് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ചീപ്ലി. നമ്മൾക്ക് ചീപ്പായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കമ്മോഡിറ്റി, അതാണ് കൺട്രി എ എന്ന് പറയാം. കൺട്രി എ ഏത് കമ്മോഡിറ്റിയുടെ ഉൽപ്പാദനത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് കമ്മോഡിറ്റി എക്സ് എന്ന് പറയാം. ഈസ് ദ കോളം. ഓക്കെ, ഐ നീഡ് യുവർ അറ്റൻഷൻ ടു ദ കോളം ഗിവൺ ഇൻ യുവർ നോട്ട്സ്. ഈസ് ഇറ്റ് വിസിബിൾ? വിസിബിൾ അല്ലേ നിങ്ങൾക്ക്? കോളം വിസിബിൾ അല്ലേ? ഇപ്പോൾ വിനീത് കോളം കാണുന്നില്ലേ? ഓക്കെ, ഫൈൻ. ദെൻ സോ ഹിയർ ഇറ്റ് ഈസ് 2 കൺട്രി എ ആൻഡ് ബി ആൻഡ് 2 കമ്മോഡിറ്റി എക്സ് ആൻഡ് വൈ. ഓക്കെ, സോ കൺട്രി എ എന്ന് പറഞ്ഞ കൺട്രി
കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് 10 നമ്പർ ഓഫ് എക്സ് എന്ന് പറയുന്ന കമോഡിറ്റി അവർ 10 ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തരാണ്. ഓർ 5y വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് 1 യൂണിറ്റ് ഓഫ് ലേബർ. 1 യൂണിറ്റ് ഓഫ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഒന്നുകിൽ 2 ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നല്ല പറയുന്നത്, ഒന്നുകിൽ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി 10 അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി 5 ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഏതിന്റെ ഉൽപ്പാദനത്തിൽ ഫോക്കസ് ചെയ്യണം എന്നാ അതിന്റെ അർത്ഥം? എക്സിന്റെ ഉൽപ്പാദനത്തിൽ ഫോക്കസ് ചെയ്യണമെന്നാണ്. കാരണം അവരെ സംബന്ധിച്ചുള്ള 1 യൂണിറ്റ് ലേബർ ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, ഒരു യൂണിറ്റ് ലേബർ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10 ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ആ ലേബർ നമ്മൾ വൈയുടെ ഉൽപ്പാദനത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 പറ്റും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ബി, കൺട്രി ബി, ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് 5 നമ്പർ ഓഫ് എക്സ് ഓർ ആണ്, ആൻഡ് അല്ല, ഓർ ആണ്, അല്ലെങ്കിൽ 10 നമ്പർ ഓഫ് വൈ വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് 1 യൂണിറ്റ് ഓഫ് ലേബർ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എവിടെ കോമ്പീറ്റൻസി ഉണ്ട്? വൈയിൽ കോമ്പീറ്റൻസി ഉണ്ട്. സോ ഈ ടേബിൾ പ്രകാരം നമുക്ക് പറയാം എന്തെന്ന്, എ ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി എക്സ് ആൻഡ് ബി ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി വൈ. ഇനി ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇവിടുത്തെ അബ്സല്യൂട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഗിവൺ അനദർ ടേബിൾ, ഗെയിൻ ഫ്രം ട്രേഡ്. സോ നോക്കുക, ഇവിടെ സപ്പോസ് 1 യൂണിറ്റ് ലേബർ ഉപയോഗിച്ചുകൊണ്ടാണ് 10 അല്ലെങ്കിൽ 5 ഉൽപ്പാദിക്കാൻ വേണ്ടി പറ്റുന്നത്. സപ്പോസ് കൺട്രി എ യൂസ് ബോത്ത് യൂണിറ്റ് ഓഫ് ലേബർ. അവർ 2 യൂണിറ്റ് ലേബറും, അതായത് എക്സ് ഉൽപ്പാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 1 യൂണിറ്റ് ലേബറും വൈ ഉൽപ്പാദിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ലേബറും എന്ത് ചെയ്യുന്നു? ദേ യൂട്ടിലൈസ്ഡ് ദ ബോത്ത് യൂണിറ്റ് ഓഫ് ലേബർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. എക്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി അവരത് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ പ്രൊഡ്യൂസ് 20 നമ്പർ ഓഫ് എക്സ് ഇൻസ്റ്റെഡ് ഓഫ് 10 ആൻഡ് 5. നോക്കുക, 1 യൂണിറ്റ് ലേബർ എക്സിലും 1 യൂണിറ്റ് ലേബറും വൈയിലും ഉപയോഗിക്കുന്നതിന് പകരം 2 യൂണിറ്റ് ലേബറും അവർ എക്സിൽ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ അവർക്ക് എത്ര എക്സ് ഉണ്ടാവും? 20 എക്സ് ഉണ്ടാവും. അതുപോലെ സംബന്ധിച്ചിടത്തോളം ബിയെ സംബന്ധിച്ചിടത്തോളം അവർ 1 യൂണിറ്റ് ലേബർ എക്സിലും 1 യൂണിറ്റ് ലേബർ വൈയിലും ഉപയോഗിക്കുന്നതിന് പകരം 2 യൂണിറ്റ് ലേബറും വൈയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് 20 യൂണിറ്റ് വൈ ഉണ്ടാവും. ഹിയർ ദർ ഈസ് എ ഷിഫ്റ്റ്. ഇവിടെ ഒരു ഷിഫ്റ്റ് ഉള്ളത് അവർക്ക് മുമ്പത്തതിനേക്കാളും മുമ്പായിരുന്നു എങ്കിൽ അവർക്ക് 1 യൂണിറ്റ് എക്സും 1 യൂണിറ്റ് ലേബർ എക്സിലും 1 യൂണിറ്റ് ലേബർ വൈയിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആവും? 15 യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 15 യൂണിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടത്തേക്ക് അവരുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 20 ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയിൽ 10 അധികവും 10 പകരം 20ഉം, വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയിൽ 5 കുറവും ഉണ്ടാവും. നോക്കുക, എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി 10 × 2 20 ഉണ്ടാവും. വൈയിൽ അവർക്ക് ഉൽപ്പാദനം ഇല്ല, സോ 0. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള എക്സിന്റെ എണ്ണത്തിൽ 10 അധികവും വൈയുടെ എണ്ണത്തിൽ 5 കുറവും ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇൻ ഓൾ ടുഗെദർ നമുക്ക് 5 എന്തുണ്ടാവും? ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ബിയെ സംബന്ധിച്ചുള്ള നേരെ തിരിച്ചും. ദിസ് ഈസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഇതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി ഏത് ഉൽപ്പന്നത്തിന്റെ ഉൽപ്പാദനത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഉൽപ്പന്നമാണോ ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുക. ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേബറിന്റെ ചീപ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഈ തിയറിയുടെ പ്രധാനപ്പെട്ട, അതായത് ക്ലാസിക്കൽ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട അസംഷനാണ് ദ ഓൺലി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ലേബർ. ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ, അത് ലേബറാണ്. 2 രാജ്യത്തും ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബറാണ്. അത് ഞാൻ അതിന്റെ അസംഷൻസ് പറയുമ്പോൾ പറയാം. ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? എനിക്ക് അഗീഷ്മ ക്ലിയർ ആണ് അല്ലേ? റൈറ്റ്. സോ തിയറി കൃത്യമായിട്ട് കോൺസെപ്റ്റിനായിട്ട് അറിയണം. കാരണം ഇപ്പൊ അടുത്ത കാലത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിയറിന് വരാൻ തുടങ്ങി. മുമ്പെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ഒരു സൈഡ് തിയറിന്റെ പേരും മറ്റേ സൈഡ് ഓതറിന്റെ പേരും ഉണ്ടാവും, പ്രൊപ്പോണന്റിന്റെ പേരും ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയൊന്നല്ല, തിയറിയുടെ
പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരു സൈഡ് തരും, എന്നിട്ട് അപ്പുറത്തെ സൈഡ് ഓതറുടെ പേരും തന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഡിഫറൻസ് ഇൻ കോസ്റ്റ്, ദാറ്റ്സ് ക്ലിയർ. ദെൻ അടുത്തത് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഡേവിഡ് റിക്കാർഡോയുടെ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. തിയറിയുടെ പേര് കമ്പാരിറ്റീവ് ഡിഫറൻസ് ഇൻ കോസ്റ്റ് എന്നാണ്. കമ്പാരിറ്റീവ് ഡിഫറൻസ് ഇൻ കോസ്റ്റ് എന്താണ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒപ്പോസിറ്റ് ടു ആഡം സ്മിത്ത്. ആഡം സ്മിത്തിനെ പറഞ്ഞ കാര്യത്തെ നേരെ അതിനെ എതിർത്തുകൊണ്ടാണ് റിക്കാർഡോ പറയുന്നത്. ഒപ്പോസിറ്റ് ടു ആഡം സ്മിത്ത്, റിക്കാർഡോ വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് it is not the absolute advantage but the comparative difference in cost leads to international trade. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അല്ല ഇന്റർനാഷണൽ ട്രേഡിന്റെ അടിസ്ഥാനം, മറിച്ച് അത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എ കൺട്രി വിൽ എക്സ്പോർട്ട് ദോസ് കമ്മോഡിറ്റി ഇൻ വിച്ച് ഇറ്റ്സ് കമ്പാരിറ്റീവ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ലെസ് ആൻഡ് വിൽ ഇമ്പോർട്ട് ദോസ് കമ്മോഡിറ്റീസ് ഇൻ വിച്ച് ഇറ്റ്സ് കമ്പാരിറ്റീവ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഹയർ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും പറഞ്ഞാൽ സംഭവം മനസ്സിലാവില്ല. പക്ഷെ അപ്പോഴും ആ സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇങ്ങനെ പറഞ്ഞാൽ തിയറി മനസ്സിലാവുന്നില്ല, പക്ഷെ സെന്റൻസ് ഓർത്ത് വെക്കുക. കാരണം ഇത് പ്രീവിയസ് ഇയറിൽ ഇങ്ങനെയുള്ള സെന്റൻസുകൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെന്റൻസുകൾ ഒന്ന് ഓർത്ത് നോക്കുക. ഒരു രാജ്യം ഏത് കമ്മോഡിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഏത് കമ്മോഡിറ്റിയുടെ ഉൽപ്പാദനത്തിലാണോ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are able to produce a commodity at less cost എന്നാണ്, കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിക്കാൻ വേണ്ടി പറ്റുന്നു എന്നാണ്. ഓക്കെ, ഇനി ആൻഡ് വിൽ ഇമ്പോർട്ട് കമ്മോഡിറ്റീസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ലെസ്. ഇനി അവർ ഏത് ഇമ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതിലാണോ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരത്തെ നോക്കുക, നമ്മൾ പറഞ്ഞത് ഒരു എക്സ് എ എന്ന് പറഞ്ഞ രാജ്യത്തിന് എക്സിലും ബി എന്ന് പറഞ്ഞ രാജ്യത്തിന് വൈയിലുമാണ് എന്തെന്ന് കോമ്പീറ്റൻസി. നമ്മൾ നേരത്തെ ആഡം സ്മിത്തിന്റെ കേസിൽ പറഞ്ഞത് എ എന്ന് പറയുന്ന രാജ്യത്തിന് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയിൽ കോമ്പീറ്റൻസി ഉണ്ട്. കാരണം അവർക്ക് അവിടെ എന്ത് ചെയ്യാമത്, പിന്നെ ഇപ്പൊ 2 യൂണിറ്റ് ലേബറും പിന്നെ അവർ എക്സിന്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിച്ചാൽ 20 എക്സ് ഉണ്ടാക്കും. പക്ഷെ അത് 2 യൂണിറ്റ് അവർ വൈയിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് 10 ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എക്സിന്റെ ഉൽപ്പാദനം വളരെ ചീപ്പാണെന്ന് അതിന്റെ അർത്ഥം. എന്നാൽ വൈയെ സംബന്ധിച്ചിടത്തോളം കൺട്രി ബിയെ സംബന്ധിച്ചിടത്തോളം വൈയുടെ ഉൽപ്പാദനം വളരെ ചീപ്പാണെന്ന് അർത്ഥം. സപ്പോസ് നമ്മൾ നേരത്തെ എക്സാമ്പിളിലേക്ക് വരിക, അവിടെ കമ്മോഡിറ്റി എക്സിന്റെ കേസിലും കമ്മോഡിറ്റി വൈന്റെ കേസിലും പിന്നെ അഡ്വാൻറ്റേജ് കമ്മോഡിറ്റി എക്സിന്റെ കേസിലും കമ്മോഡിറ്റി വൈയുടെ കേസിലും അഡ്വാൻറ്റേജ് ആയിരുന്നെങ്കിലോ, 2 കമ്മോഡിറ്റിയുടെ കേസിലും ഒരു രാജ്യത്തിനാണ് കോമ്പീറ്റൻസി ഉള്ളതെങ്കിലോ ട്രേഡ് നടക്കുമോ? ഇപ്പോൾ 2 രാജ്യങ്ങൾക്ക് വ്യത്യസ്ത കമ്മോഡിറ്റികൾ കോമ്പീറ്റൻസി ഉണ്ടാവേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ആഡം സ്മിത്തിന്റെ തിയറി പ്രകാരം ട്രേഡ് നടക്കൂ. ഇപ്പൊ ഇന്ത്യ എക്സ് എന്ന് പറയുന്ന ഉൽപ്പാദനത്തിൽ കോമ്പീറ്റന്റ് ആവുകയും അമേരിക്ക വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഇതിൽ കോമ്പീറ്റന്റ് ആവുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ട്രേഡ് നടക്കും. പിന്നെ എക്സിലും വൈയിലും ഇന്ത്യയാണ് കോമ്പീറ്റന്റ്, അമേരിക്കക്ക് 2ലും കോമ്പീറ്റൻസി ഇല്ല എങ്കിൽ എങ്ങനെ ട്രേഡ് നടക്കും? നടക്കാത്തൊരു സാഹചര്യം വരും. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് കമ്പാരിറ്റീവ് ഡിഫറൻസ് ഇൻ കോസ്റ്റ് പറയുന്നത്. നോക്കുക, 2 രാജ്യങ്ങൾ ഇംഗ്ലണ്ട് ആൻഡ് പോർച്ചുഗൽ, റാൻഡമിലി എടുത്തോന്നല്ല ഇംഗ്ലണ്ട് ആൻഡ് പോർച്ചുഗൽ എന്ന് പറഞ്ഞ് റിക്കാർഡോ അദ്ദേഹത്തിന്റെ തിയറിക്കകത്ത് പറഞ്ഞ എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, റിക്കാർഡോ അയാളുടെ തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫിഗേഴ്സും കമ്മോഡിറ്റീസും കൺട്രിയും ഒക്കെ തന്നെയാണിത്, അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ദെൻ 2 രാജ്യം ഇംഗ്ലണ്ടും പോർച്ചുഗലും, 2 കമ്മോഡിറ്റി, എക്സിന് പകരം വൈനും വൈക്ക് പകരം ക്ലോത്തും, വൈൻ ആൻഡ് ക്ലോത്ത്. നോക്കും, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹിയർ ഒരു യൂണിറ്റ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിന് 120 യൂണിറ്റ്സ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ല, ഒരു യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 120 യൂണിറ്റ്സ് ലേബർ വേണം. ഒരു യൂണിറ്റ് വൈൻ ഇനി നേരെ തിരിച്ചു പറഞ്ഞാലും തെറ്റൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്, നോട്ട് തന്നിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മാറ്റി പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പം അല്ലാതെ നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ ഫിഗേഴ്സ് എല്ലാം മാറ്റണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ദെൻ പക്ഷെ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഒരു യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൺട്രി ഇംഗ്ലണ്ട് നീഡ് 120 ലേബേഴ്സ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് വൈൻ.
എന്നാൽ whereas the country Portugal requires only 80 units of labor to produce 1 unit of wine. ഇംഗ്ലണ്ടിന് 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ 120 ലേബറിനെ വേണമെങ്കിൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ 80 ലേബർ മതി. ഇനി ക്ലോത്തിന്റെ കേസിലോ രണ്ടാമത്തെ കമ്മോഡിറ്റിയുടെ കേസിലോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം 100 ലേബർ വേണം. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം 90 ലേബറേ വേണ്ടു. ഇതിൽ ഇംഗ്ലണ്ടിന് ഏതിലാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്, പോർച്ചുഗലിന് ഏതിലാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്? ഐ നീഡ് യു ഓൺ മൈക്ക്. ഇതിൽ ഏത് രാജ്യത്തിനാണ് ഏത് കമ്മോഡിറ്റിയിലൊക്കെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്? സോ ഐ കോൾ ദെൻ ധന്യ ഒന്ന് പറയാമോ? ധന്യ സി. ഓക്കെ ഫൈൻ. ദെൻ ഓക്കെ അസ്മ ഒന്ന് പറയാമോ? ഇപ്പൊ പറഞ്ഞതൊന്ന് പറയാമോ? ഞാൻ ചോദിച്ച ചോദ്യം ക്ലിയർ ആണോ? ആർക്ക് ആണോ? അപ്പോ പോർച്ചുഗലിനോ? ക്ലോത്തിന്റെ പ്രൊഡക്ഷൻ അല്ല. നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞത്. 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ 120 ലേബർ വേണമെന്നാണ്. 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ 120 ലേബർ വേണം. എന്നാൽ പോർച്ചുഗലിന്റെ കേസിൽ 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ 80 യൂണിറ്റ് ലേബർ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വൈനിന്റെ കേസിൽ ആയിരിക്കും അഡ്വാൻറ്റേജ്? പോർച്ചുഗലിനാണ്. കാരണം അല്ലെ, പോർച്ചുഗലിനാണ്. റൈറ്റ്. ഓക്കെ. അല്ല, ഞാനത് നമുക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ റാൻഡമിലി ഒരാളെ സെലക്ട് ചെയ്തെന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. ദെൻ അപ്പൊ ക്ലോത്തിന്റെ കേസിലാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം 100 യൂണിറ്റ് ലേബർ വേണം ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കാൻ, 1 യൂണിറ്റ് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കാൻ. എന്നാൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം 90 യൂണിറ്റ് മതി. അപ്പൊ ഈ കേസിൽ 2 കമ്മോഡിറ്റിയുടെ കേസിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളതായിരിക്കാണ് പോർച്ചുഗലിനാണ്. ഇംഗ്ലണ്ടിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഈ കേസിൽ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രേഡ് നടക്കൂല. അപ്പൊ ഇവിടെ ഇനി നമ്മൾ നോക്കുക, പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതിന്റെ ഉൽപാദനം നടത്തുന്നതാണ് കൂടുതൽ ലാഭം? വൈനിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണോ ക്ലോത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണോ? ഈ കേസിൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൂടുതൽ ലാഭം. കാരണം ആ റേഷ്യോ എന്ന് പറയുന്നത് 80/120 ആണ്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വൈൻ വെൻ കമ്പയർഡ് ടു ഇംഗ്ലണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വൈൻ ഇൻ കേസ് ഓഫ് പോർച്ചുഗൽ ഈസ് 80/120 ആണ്. ഓക്കെ, അതായത് ഈ 120 ലേബറെ ഇംഗ്ലണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്ക് 80 ലേബറെ വേണ്ടു. ഇതിനേക്കാളും ലാഭം ഇവർക്ക് ഇതാണ്. കാരണം ഇവിടെ 100:90 ആണ്. 90/100 ആണ്. ഇത് 80/120 ആണ്. അപ്പൊ ഈ റേഷ്യോ എന്ന് പറയുന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൂടുതൽ മെച്ചം, ഏത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും. ഇനി ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മെച്ചമില്ല, പക്ഷെ മെച്ചം കുറവേയില്ല എന്നാണ് ചോദ്യം. ലെസ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് ചെയ്യില്ല എന്നാണ്. ഇവർക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ല, ഇംഗ്ലണ്ടിന് ഈ കേസിൽ അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? ലെസ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൂടുതൽ ഡിസഡ്വാൻറ്റേജ് കുറവുള്ളത്. രണ്ടിലും അവർക്ക് നഷ്ടം തന്നെയാണ്, ക്ലോത്തിന്റെ കേസിലായാലും വൈൻ്റെ കേസിലായാലും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ക്ലോത്തിലാണ്. അതുകൊണ്ട് ഇൻ ദിസ് എക്സാമ്പിൾ ദ കൺട്രി പോർച്ചുഗൽ മേ പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് ദ കമ്മോഡിറ്റി വൈൻ where they are having comparative advantage over the cloth ആണ്. നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞത് ഇംഗ്ലണ്ടിന് എക്സിന് വൈൻ്റെ മുകളിൽ അഡ്വാൻറ്റേജ് എന്നാണ്, രാജ്യത്തിന്റെ മുകളിലാണ് അഡ്വാൻറ്റേജ് വരുന്നത്. ഇവിടെ രാജ്യത്തിന്റെ മുകളിലല്ല അഡ്വാൻറ്റേജ് വരുന്നത്,
ഉൽപ്പന്നത്തിൻ്റെ മുകളിലാണ് അഡ്വാൻറ്റേജ് വരുന്നത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വൈനാണ് മെച്ചം ഏതിനേക്കാളും, ക്ലോത്തിനേക്കാളും. എന്നാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് ക്ലോത്തിലാണ്. അതുകൊണ്ട് പോർച്ചുഗല് വൈനിൻ്റെ ഉൽപ്പാദനത്തിലും ഇംഗ്ലണ്ട് അവർക്ക് ലീസ്റ്റ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ക്ലോത്തിൻ്റെ ഉൽപ്പാദനത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യും. പരസ്പരം കച്ചവടം നടക്കും. ഒന്നും കൂടി ഒന്ന് പറയാമോ? അത്രയേ പറ്റുള്ളൂ. അതായത് പിന്നെ ഇപ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. അതെ അതെ ആ ആ അങ്ങനെ ഒരു പരിധി വരെ പറയാം. അതായത് രണ്ട് പിന്നെ അതായത് ഒരേ സമയത്ത് ഒരു രാജ്യത്തിന് തന്നെ രണ്ട് കമ്മോഡിറ്റിയുടെ ഉൽപാദനത്തിലും കോമ്പീറ്റൻസി വരുമ്പോൾ, ഇപ്പൊ നേരത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സിന്റെയും വൈന്റെയും കേസ് പറഞ്ഞു. അവിടെ സപ്പോസ് എ എന്ന് പറഞ്ഞ രാജ്യത്തിന് എക്സിലും പിന്നെ ബി എന്ന് പറഞ്ഞ രാജ്യത്ത് വൈയിലും ആയിരുന്നു കോമ്പീറ്റൻസി. നേരെ തിരിച്ച് രണ്ടിന്റെ കോമ്പീറ്റൻസിയും എക്സിലും വൈയിലും കോമ്പീറ്റൻസി എക്കായിരുന്നുവെങ്കിൽ അവിടെ കച്ചവടം നടക്കൂല. അപ്പൊ ഇത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, പിന്നെ രണ്ടിന്റെ കേസിന് കോമ്പീറ്റൻസി ആയിരിക്കാം പോർച്ചുഗലിനാണ്. വൈനിന്റെ കേസിലായാലും ക്ലോത്തിന്റെ കേസിലായാലും കോമ്പീറ്റൻസി പോർച്ചുഗലിനാണ്. ഇംഗ്ലണ്ടിന് എന്തില്ല, കോമ്പീറ്റൻസി ഇല്ല. പക്ഷെ നമ്മൾ ഒരു കമ്മോഡിറ്റി ബേസ് നോക്കുന്ന സമയത്ത് പോർച്ചുഗലിന് കൂടുതൽ അഡ്വാൻറ്റേജ് പിന്നെ അതായത് നിങ്ങൾക്ക് പിന്നെ ഒരു സാധനം 10 രൂപയ്ക്കും മേടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പൊ രമ്യയുടെ കേസിൽ എക്സ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റി 10 രൂപയ്ക്കും വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റി 15 രൂപയ്ക്കും മേടിക്കാൻ പറ്റും. എന്റെ കേസിൽ പിന്നെ ആദ്യത്തെ എക്സ് എന്ന് പറഞ്ഞ സാധനം 20 രൂപയ്ക്കും പിന്നെ വൈ എന്ന് പറഞ്ഞ സാധനം 30 രൂപയ്ക്കാണെങ്കിൽ രണ്ട് കേസിലും കൂടുതൽ വില കുറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. രമ്യക്കാ കിട്ടുന്നത് അല്ലേ, എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷെ ഒന്നേ മേടിക്കാൻ പറ്റൂ. അപ്പൊ രമ്യ എന്ത് ചെയ്യും? രമ്യക്ക് കൂടുതൽ വില കുറഞ്ഞ് കിട്ടുന്ന സാധനം എക്സ് മേടിക്കും. എനിക്ക് വില കുറഞ്ഞ് കിട്ടുന്ന മറ്റേ കമ്മോഡിറ്റി മേടിക്കും. ആ അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ. ദെൻ രമ്യ അത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട അസംഷൻസ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ക്ലാസിക്കൽ തിയറികളുടെ പ്രധാനപ്പെട്ട അസംഷൻസ് ഒന്ന് 2x2 മോഡലാണ്. അതുപോലെ തന്നെ അത് പിന്നെ ഓൺലി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബർ ആണ് എന്നുകൊണ്ട് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ കൂടാതെ ഒരുപാട് സാധനങ്ങളുണ്ട്. ദെൻ അതായത് രണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് ടു കമ്മോഡിറ്റി തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ രണ്ട് രാജ്യത്ത് ഒരേ ടേസ്റ്റ് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലേബർ അത് ഞാൻ പറഞ്ഞു. ദെൻ സപ്ലൈ ഓഫ് ലേബർ അൺചേഞ്ച്ഡ് ആണ്. ലേബറിന്റെ സപ്ലൈയിൽ രണ്ട് രാജ്യത്തും എന്ത് ചെയ്യുന്നത്, മാറ്റം ഉണ്ടാവുന്നില്ല. പിന്നെ ദെൻ അതുപോലെ തന്നെ ഹോമോജീനിയസ് യൂണിറ്റ് ഓഫ് ലേബറുമാണ്. ലേബറിന്റെ പ്രൊഡക്ടിവിറ്റിയിലും എന്തില്ല, വ്യത്യാസം ഇല്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ലേബറിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഈ പോർച്ചുഗലിന് കോമ്പീറ്റൻസി കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ അസംഷനാണ് ലേബറിന്റെ കോമ്പീറ്റൻസിൽ എന്തില്ല, വ്യത്യാസം ഇല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ തിയറി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഇതിനർത്ഥം. ആൻസേഴ്സ് ഒന്നോ ഒരു ആൻസറും വന്നിട്ടില്ലല്ലോ. one statement one is correct but 2 and 3 are incorrect. Okay, fine. Aparna moon alla, that's correct. Okay, that's fine. Moon C, okay, that's fine. Manchu, that's okay. Isma, that's okay. Remya, സജന ഒന്നുകൂടി നോക്കിയേ അത് എന്താണെന്നുള്ളത്. കീഷ്മ ഒന്നുകൂടി നോക്കിയേ. നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഓക്കെയാണ്. അഖിൽ ഓക്കെയാണ്. മഞ്ജു, അസ്മ, രമ്യ, അശ്വതി, ദസ് റൈറ്റ്. അഞ്ചു ഓക്കെ ഫൈൻ.
വെരി ഫാസ്റ്റ്. ജസ്റ്റ് സ്പീഡായിട്ട് ശ്രമിക്കുക. ജോസ്മിൻ ഇത് ടൈപ്പ് ചെയ്തില്ലല്ലോ. ജോസ്മിൻ ക്ലിയർ ആയില്ല. സജിന ഓക്കെ, നോ ഇറ്റ്സ് ഓക്കെ. ജോസ്മി ഓക്കെ, റൈറ്റ്. ഓക്കെ ജോസ്മിൻ എല്ലാവരും ഓക്കെ. വിമി ദാറ്റ്സ് കറക്റ്റ്. സിൽജ ദാറ്റ്സ് ഓക്കെ. വിനീത് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. സോ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഈ ഒരു തിയറി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആഡം സ്മിത്തിന്റെ തിയറിയുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഡിഫേർഡ് എമംഗ് ഡിഫറെന്റ് കൺട്രീസ് ബിക്കോസ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ നാച്ചുറൽ ആൻഡ് റിസോഴ്സസ്. ഞാൻ പറഞ്ഞതാണ് രാജ്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ദ ഡിഫറൻസ് ഇൻ നാച്ചുറൽ അഡ്വാൻറ്റേജ് മാനിഫെസ്റ്റ് ഇൻ വാരിയിങ് ക്ലൈമറ്റ്, ക്വാളിറ്റി ഓഫ് ലാൻഡ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഈ ഡിഫറൻസുകൾ ഉണ്ടാവാം. ദ ഡിഫറൻസ് ഇൻ അക്യൂർഡ് റിസോഴ്സസ് മാനിഫെസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് സ്കിൽ അവൈലബിൾ, റൈറ്റ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രാജ്യങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ തന്നെയാണ് എന്തെന്ന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുടെ എല്ലാ തിയറിക്കും ഇത് കാരണം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ രാജ്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ രാജ്യങ്ങൾക്കിടയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനിയും. പക്ഷേ അതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എന്താണ് നിങ്ങൾക്ക് ഇനി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, അതായത് അടുത്ത തിയറി കൂടി പറഞ്ഞതിന് ശേഷം മാത്രമേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തരാത്തത്. ഓക്കെ, കാരണം ഈ നമ്മുടെ ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഇൻ്റർനാഷണൽ ട്രേഡ് തിയറി. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക പേറ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്, WTOയും പേറ്റൻറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ്. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കൂടുതൽ വരുന്ന ഒരു ഏരിയ താരിഫും അതുപോലെ തന്നെ POP അതുപോലെ തന്നെ ഈ ഏരിയയുമാണ്, ട്രേഡ് തിയറീസുമാണ്. ഓക്കെ, അപ്പോൾ ട്രേഡ് തിയറീസ് പൊതുവെ ഒന്നും മനസ്സിലാക്കി വെക്കുക. നമ്മൾ രണ്ട് തിയറികളുമാണ് പറഞ്ഞത്. ഒന്ന് അബ്സല്യൂട്ട് കോസ്റ്റ്, അബ്സല്യൂട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഏതിൻ്റെ ഉൽപ്പാദനത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഏത് കമ്മോഡിറ്റിയിലാണോ എന്തെന്ന് ചീപ്പറായിട്ട് ഉൽപ്പാദിക്കാൻ വേണ്ടി പറ്റുന്ന അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ആ ഉൽപ്പന്നം. അപ്പോൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മറ്റേ റിക്കാർഡിലേക്ക് വരുന്ന സമയത്ത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അല്ല, മറിച്ച് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഏത് ഉൽപ്പന്നത്തിനാണ് അവർക്ക് കമ്പാരിറ്റീവ്ലി എന്തുള്ളത് അഡ്വാൻറ്റേജ് ഉള്ളത്. അത് ചില സമയം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരിഗണിക്കുമ്പോൾ രണ്ടു കമ്മോഡിറ്റിയുടെ കേസിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഒരു രാജ്യത്തിന് ഉണ്ടാവാം. പക്ഷേ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള രണ്ട് കമ്മോഡിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ കമ്പാരിറ്റീവ്ലി ഏതിലാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏത് കമ്മോഡിറ്റിയിലാണോ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ആ അഡ്വാൻറ്റേജ് ഉള്ള ഉൽപ്പന്നത്തിൽ എന്ത് ചെയ്യും, അവരെ സ്പെഷ്യലൈസ് ചെയ്യുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരെ ഏതാ ഇമ്പോർട്ട് ചെയ്യുക? അവർ ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ട്രേഡിംഗ് പാർട്ട്ണർക്ക് ഏതിലാണോ കമ്പാരിറ്റീവ്ലി ലെസ് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് എന്നാണ്. അതുപോലെ തന്നെ ഒരു രാജ്യം ഏതാണ് ഇമ്പോർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഏതാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കമ്പാരിറ്റീവ്ലി ഡിസഡ്വാൻറ്റേജ് ഉള്ള സാധനത്തെ അവരെന്ത് ചെയ്യും, അവർ എക്സ്പോർട്ട് ചെയ്യുകയും അതേപോലെ അവരുടെ എതിരാളികൾക്ക്, എതിരാളി എന്നുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് കൂടുതൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള സാധനത്തെ അവരെന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനെ തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾ നോക്കണം, എങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് തന്നാൽ മനസ്സിലാവൂ. ആകെ ഒരു സെന്റൻസ് മാത്രം പഠിച്ചു വെച്ചാലും മനസ്സിലാവില്ല, മറിച്ച് അതിന്റെ കോൺസെപ്റ്റിൽ അത് തിരിച്ചും മറിച്ചും ചോദിച്ചാലും പറയാൻ പറ്റണം. അതായത് പോർച്ചുഗലിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കും ഇംഗ്ലണ്ടിൽ നിന്ന് പോർച്ചുഗലിലേക്ക് ചോദിച്ചാലും പറയാൻ വേണ്ടി പറ്റണം. എന്തുകൊണ്ട് പോർച്ചുഗല് വൈനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വൈനിന്റെ ഉൽപ്പാദനം ഇംഗ്ലണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വൈനിന്റെ ഉൽപ്പാദനത്തിലാണ് കൂടുതൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്, ഏതിനേക്കാളും ക്ലോത്തിനേക്കാളും. എന്തുകൊണ്ട് ഇംഗ്ലണ്ട് ക്ലോത്തിന്റെ ഉൽപ്പാദനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം രണ്ട് ഉൽപ്പന്നത്തിലും അവർക്ക് ഡിസഡ്വാൻറ്റേജാണ് ഉള്ളത്, അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷെ അവർക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്താണ്, രണ്ടിലും നഷ്ടമാണ്, പക്ഷെ കുറഞ്ഞ നഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോത്തിലാണ് കുറഞ്ഞ നഷ്ടം. അപ്പോൾ അവർ കുറഞ്ഞ നഷ്ടമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കുന്നു വേണമെങ്കിൽ പറയാം, അത് എക്സ്പോർട്ട് ചെയ്യുന്നു പറയാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, തിയറീസ് ആണ്, വളരെ ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കോളൊക്കെ വരച്ചിട്ട് ചെയ്തതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ അതാണ്, നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ്. സോ ഇനി നമ്മൾക്ക് പോകേണ്ടത് നിയോ ക്ലാസിക്കൽ തിയറീസ് ആണ്.
ഇന്ന് ഞാൻ അതുകൂടി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ക്ലാസ്സുകൾ. സോ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. നാളെ നമുക്ക് എന്തുണ്ടാവും, ക്ലാസ് ഉണ്ടാവും. ഓക്കെ, നാളെയും മറ്റന്നാളും കൂടി ക്ലാസ് ഉണ്ടാവും. കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ശേഷം ക്ലാസ് ഇല്ലാന്നല്ല, തുടർച്ചയായിട്ടാണ് പറഞ്ഞത്. നാളെ ഉണ്ടാവും, അതുപോലെ തന്നെ സൺഡേ ഉണ്ടാവും. നാളെ എടുക്കുന്ന കാര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് സൺഡേ ഒരു എന്താ പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ്, അതായത് നമ്മൾ പൊതുവേ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന എക്സാം അല്ല, ഒരു പ്രാക്ടീസ് ടെസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ നടത്താവുന്നതാണ്. ഓക്കെ, ദെൻ അപ്പോൾ അത് ഈ രീതിയിൽ പ്രാക്ടീസ് ടെസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ അല്ല, അതേ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ പരിചയപ്പെടാത്ത ചില ക്വസ്റ്റ്യൻസ് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെട്ട ഏരിയയിൽ ഒന്ന് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നാളെ നമ്മൾ അടുത്ത ഏരിയ എടുക്കും. ദെൻ സൺഡേയും നമുക്ക് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. സോ താങ്ക് യു.